പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിച്ചു. സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് മുമ്പോട്ട് കുതിക്കുകയായിരുന്നു. 36 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം ഇന്ത്യ ശക്തമായി തന്നെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തി. ശക്തമായി തിരിച്ചടിച്ചുവെന്ന് സൈന്യവും വ്യക്തമാക്കുന്നു. 400ഓളം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു. പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ച വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ ഇന്ത്യയുടെ സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും 36 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 400ഓളം ഡ്രോണുകൾ സൈന്യം തകർത്തുവെന്നും തുർക്കി ഡ്രോണുകൾ പാക് സൈന്യം ആക്രമണത്തിൽ ഉപയോഗിച്ചുവെന്നും ഇന്ത്യൻ ആർമി വിശദീകരിച്ചു. യാത്രാ വിമാനങ്ങളെ കവചമാക്കി പോലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു. നിയന്ത്രണ രേഖയിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. ഭട്ടിന്ത്യ സൈനിക കേന്ദ്രവും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ സൈന്യത്തിനും നാശനഷ്ടമുണ്ടായെന്നും വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. ജമ്മു കാശ്മീരിലെ പൂഞ്ചിലുള്ള ക്രൈസ്റ്റ് സ്കൂളിന് സമീപം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത്. വലിയ അപകടം ഒഴിവായത് സ്കൂൾ അടച്ചിട്ടിരുന്നതിനാലാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിലായി ശ്രീനഗർ മുതൽ ജയ്സാൽമീർ, പത്താൻകോട്ട് വരെയുള്ള 36 പട്ടണങ്ങളിലും നഗരങ്ങളിലുമുള്ള ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ രാത്രി വൈകി പാകിസ്ഥാൻ 300 മുതൽ 400 വരെ തുർക്കി ഡ്രോണുകൾ തൊടുത്തുവെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു. ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയർ ബേസ് ക്യാമ്പിലും ഗുജറാത്തിലെ കച്ച് പ്രദേശത്തും പ്രാക് ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. ഇവ രണ്ടും ഏകദേശം 1400 കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളാണ്. ഇത് ആക്രമണത്തിന്റെ വ്യാപനം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നു. 50 ഡ്രോണുകൾ വ്യോമ പ്രതിരോധ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയെന്നും കേണൽ ഖുറേഷി പറഞ്ഞു. റേഡിയോ ഫ്രീക്വൻസികൾ ജാം ചെയ്തുകൊണ്ട് 20 എണ്ണം നിർവീര്യമാക്കി. നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്ന് കേണൽ ഖുറേഷി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ തുടർച്ചയായ വെടിവെപ്പുകളും പീരങ്കി ഷെല്ലാക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലൊരു സൈനികർ ഉൾപ്പെടെ 16 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്നും കേണൽ ഖുറേഷി പറയുന്നു. ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, കോൺവെന്റുകൾ എന്നിവ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലുള്ള പുതിയ തരംതാഴ്ന്ന നടപടിയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്ന് കേണൽ ഖുറേഷി പറയുന്നു. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ തുടർച്ചയായ വെടിവെപ്പുകളും പീരങ്കി ഷെല്ലാക്രമണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, കോൺവെന്റുകൾ എന്നിവ ലക്ഷ്യമിടുന്നതാണ് പാകിസ്ഥാനിലുള്ള പുതിയ തരംതാഴ്ന്ന നടപടിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിട്ടില്ലെന്നും സിവിലിയൻ വിമാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്നും ഇവയെ കവചമാക്കി വ്യാഴാഴ്ച ഇന്ത്യൻ നഗരങ്ങളിൽ തുർക്കി നിർമ്മിത ഡ്രോണുകൾ നിക്ഷേപിച്ചതായും വിക്രം മിശ്രി പറയുന്നു.